നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മാത്സിലെ നമ്പേഴ്സ്. നമ്മൾ ഏതൊക്കെ നമ്പേഴ്സ് പഠിച്ചു ഒന്ന് കൗണ്ട് ചെയ്തേ. 1 2 3 4 5 6 7 വരെ നമ്പേഴ്സ് നമ്മൾ കൗണ്ട് ചെയ്യാനും എഴുതാനും ഒക്കെ പഠിച്ചു അല്ലേ? ഓക്കെ, നമുക്കതൊന്ന് എഴുതി നോക്കിയാലോ. നിങ്ങളൊന്ന് പറഞ്ഞേ. 1 എങ്ങനെ എഴുതും? സ്റ്റാൻഡിങ് ലൈൻ. ഓക്കെ, 2 എങ്ങനെ എഴുതാം? ലെഫ്റ്റ് കർവ് സ്ലീപ്പിംഗ് ലൈൻ. 3 എങ്ങനെ എഴുതും? ലെഫ്റ്റ് കർവ് അഗൈൻ ലെഫ്റ്റ് കർവ്. ഓക്കെ, 4 എങ്ങനെ എഴുതാം? സ്റ്റാൻഡിംഗ് സ്ലീപ്പിംഗ് സ്റ്റാൻഡിംഗ് ലൈൻ. ഓക്കെ, 5 എങ്ങനെ എഴുതും? സ്ലീപ്പിംഗ് സ്റ്റാൻഡിംഗ് ലെഫ്റ്റ് കർവ്. ഓക്കെ, 6 എങ്ങനെ എഴുതും? സ്ലാൻഡിംഗ് ലൈൻ ആൻഡ് കർവിംഗ്. ഓക്കെ, 7 എങ്ങനെ എഴുതാം? സ്ലീപ്പിംഗ് ലൈൻ സ്ലാൻഡിംഗ് ലൈൻ. ഓക്കെ, 1 2 3 4 5 6 7. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 7 കഴിഞ്ഞിട്ട് വരുന്ന നെക്സ്റ്റ് നമ്പർ ആയിട്ടുള്ള 8 എന്ന് പറഞ്ഞേ. 8 ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേ. 8. ഓക്കെ, നമുക്കൊന്ന് കൗണ്ട് ചെയ്താലോ. 1 2 3 4 5 6 7 8. ഓക്കെ, 8 എങ്ങനെ എഴുതാൻ നോക്കിയാലോ. ഓക്കെ, ഇവിടെ നോക്കിക്കേ. റൈറ്റ് കർവ് ലെഫ്റ്റ് കർവ് around and up. ഒന്നുകൂടെ നോക്കിക്കേ. റൈറ്റ് കർവ് ലെഫ്റ്റ് കർവ് around and up. ഒന്നുകൂടെ പറഞ്ഞുതരാം. റൈറ്റ് കർവ് ലെഫ്റ്റ് കർവ് around and up to make the number 8. 8 എങ്ങനെ എഴുതാ? റൈറ്റ് കർവ് ലെഫ്റ്റ് കർവ് around and up to make the number 8. ഒന്നുകൂടെ പറഞ്ഞുതരാം. റൈറ്റ് കർവ് ലെഫ്റ്റ് കർവ് around and up. ഓക്കെ, ഒന്നുകൂടെ നോക്കിക്കേ. റൈറ്റ് കർവ് ലെഫ്റ്റ് കർവ് around and up. നമ്പർ 8. നമ്പർ 8 നിങ്ങൾക്ക് ഇനി സ്ലേറ്റിൽ ഒന്ന് എഴുതിക്കൂടെ? എങ്ങനെ എഴുതാന്ന് പറഞ്ഞേ. എങ്ങനെ എഴുതാ? റൈറ്റ് കർവ് ലെഫ്റ്റ് കർവ് around and up. നമ്പർ 8. ഓക്കെ, ഇനി ഞാനൊരു ചിത്രം കാണിച്ചു തരാം. ഇവിടെ നോക്കിക്കേ. എന്താണ്? ബോട്ട്. ഈ ബോട്ട് നമുക്കൊന്ന് കൗണ്ട് ചെയ്ത് നോക്കിയാലോ. ഓക്കെ, 1 2 3 4 5 6 7 8. 8 boats. ഓക്കെ, ഇനി ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങള് സ്പൈഡറിനെ കണ്ടിട്ടുണ്ടോ? സ്പൈഡർ എന്ന് പറഞ്ഞാൽ എന്താ? എട്ടുകാലിക്കാണ് സ്പൈഡർ എന്ന് പറയാ. നിങ്ങൾ സ്പൈഡറിനെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ഓക്കെ, സ്പൈഡറിന് എത്ര ലെഗ്സ് ഉണ്ടെന്ന് അറിയോ? ഹൗ മെനി ലെഗ്സ് ഹാസ് എ സ്പൈഡർ? സ്പൈഡറിന് എത്ര ലെഗ്സ് ഉണ്ട്? നമുക്കൊന്ന് കൗണ്ട് ചെയ്താലോ. ഓക്കെ, 1 2 3 4 5 6 7 8. 8 ലെഗ്സ് ഉണ്ട് സ്പൈഡറിന് അല്ലേ? ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, നമുക്ക് എത്ര ലെഗ്സ് ഉണ്ട്? 1 2 legs. ഓക്കെ, ആന്റിന് എത്ര ലെഗ്സ് ഉണ്ട്? ആന്റിന് how many legs have an ant? ആന്റിന് എത്ര ലെഗ്സ് ഉണ്ട്? 6 legs. ഓക്കെ, വെരി ഗുഡ്. how many legs has a spider? സ്പൈഡറിന് എത്ര ലെഗ്സ് ഉണ്ട്? 8 legs. ഓക്കെ, വെരി ഗുഡ്. ഇനി എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്തേ. അതിലെ പേജ് നമ്പർ 40. ഏത് നമ്പർ കൊടുത്തിട്ടുണ്ട്? നമ്പർ 8. അതെങ്ങനെ എഴുതാ? റൈറ്റ് കർവ് ലെഫ്റ്റ് കർവ് around and up. എങ്ങനെ എഴുതാ? റൈറ്റ് കർവ് ലെഫ്റ്റ് കർവ് around and up. നമ്പർ 8 എഴുതാൻ എളുപ്പമില്ല, നിങ്ങൾ എഴുതൂലേ? ഓക്കെ, പിന്നെ ഇവിടെ എന്ത് കൊടുത്തിട്ടുണ്ട്? ബോട്ട്. ആ ബോട്ട് ഒന്ന് കൗണ്ട് ചെയ്തേ. 1 2 3 4 5 6
ഓക്കെ. പിന്നെ ഇവിടെ താഴെ കോളത്തിലെ 8 എന്ന നമ്പർ നിങ്ങളൊന്ന് എഴുതുക. ആദ്യം സ്ലേറ്റിലെ 8 നന്നായിട്ട് എഴുതി പഠിക്കുക. എന്നിട്ട് പഠിച്ചതിന് ശേഷം ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ. പിന്നെ ഇവിടെ ബോൾസ് കൊടുത്തിട്ടുണ്ട്. ആ ബോൾസ് ഒന്ന് കൗണ്ട് ചെയ്തേ. 1 2 3 4 5 6 7 8 ബോൾസ്. ഓക്കെ. പിന്നെ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്നറിയോ? How many legs has a spider? സ്പൈഡറിന് എത്ര legs ഉണ്ട്? 1 2 3 4 5 6 7 8. How many legs has a spider? 8 legs. Okay. ഇനി നമുക്കൊരു ആക്ടിവിറ്റി ചെയ്തു നോക്കിയാലോ? Are you ready? Yes, very good. Okay. നമ്മൾ പഠിച്ച നമ്പേഴ്സുകൾ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വായിക്കാൻ അറിയോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. നിങ്ങളൊന്ന് വായിച്ചേ. ഏതാ നമ്പർ? 3. Very good. 4. Okay. ഏതാ? 7. Okay. ഏതാ നമ്പർ? 1. Okay. ഏതാണ്? 8. Okay. ഏതാ നമ്പർ? 6. Okay. ഏതാ? 5. ഏതാ നമ്പർ? 2. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ നമ്പേഴ്സുകൾ കണ്ടാൽ അത് ഏതൊക്കെ നമ്പേഴ്സ് ആണെന്ന് പറയാൻ കഴിയൂലേ? ഓക്കെ, വെരി ഗുഡ്. നല്ല കുട്ടികളാണ് കേട്ടോ. ഇനി ഈ നമ്പേഴ്സ് നമുക്കൊന്ന് കറക്റ്റ് ഓർഡറിൽ ഒന്ന് എഴുതിയാലോ? ഇത് ഡിസോർഡർ ആയിട്ടാണ് കിടക്കുന്നത്. നമുക്ക് ഇതിന് കറക്റ്റ് ഓർഡറിൽ ഒന്ന് എഴുതിയാലോ? ഫസ്റ്റ് ഏതാണ്? 1 1 1 കഴിഞ്ഞാൽ ഏതാ? 2. ഓക്കെ. 2 കഴിഞ്ഞാൽ ഏതാ? 3. ഓക്കെ. 3 കഴിഞ്ഞാൽ 4. 4 കഴിഞ്ഞാൽ ഏതാ? 5. ഓക്കെ. 5 കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്പർ ഏതാ? ഒന്ന് കൗണ്ട് ചെയ്തേ. 1 2 3 4 5 6. ഇതിൽ 6 ഏതാണ്? ഇതിൽ ഏതാണ് 6? ഇതാണോ? അല്ല. വെരി ഗുഡ്. ഇതാണ് 6. 6 കഴിഞ്ഞാൽ അടുത്തത് ഏതാ? 7. ഇതിൽ 7 ഏതാ? വെരി ഗുഡ്. 7. 7 കഴിഞ്ഞാൽ അടുത്ത നമ്പർ ഏതാ? 8. ഓക്കെ. ഇന്ന് കൗണ്ട് ചെയ്തേ. 1 2 3 4 5 6 7 8. ഓക്കെ. ഇനി നിങ്ങൾ ഫിംഗേഴ്സിൽ ഒന്ന് കൗണ്ട് ചെയ്തേ. 1 2 3 4 5 6 7 8. ഓക്കെ. ഇനി എല്ലാവരും സ്ലേറ്റ് എടുത്തിട്ട് നമ്പർ 8 ഒന്ന് സ്ലേറ്റിൽ എഴുതി പഠിക്കുക. എങ്ങനെ എഴുതുക? റൈറ്റ് കർവ്, ലെഫ്റ്റ് കർവ്, around and up. ഓക്കെ. എങ്ങനെ എഴുതുക? റൈറ്റ് കർവ്, ലെഫ്റ്റ് കർവ്, around and up. നമ്പർ 8 ഇത് സ്ലേറ്റിൽ ഒന്ന് എഴുതി പഠിക്കാം. എന്നിട്ട് 1 2 3 4 5 6 7 8 ഇത് താഴേക്കൊന്ന് പറഞ്ഞിട്ടൊന്ന് എഴുതി പഠിക്കുക. ഓക്കെ. ആദ്യം നമ്പർ 8 എഴുതി പഠിക്കുക. എന്നിട്ട് 1 to 8 വരെ സ്ലേറ്റിൽ ഒന്ന് എഴുതി പഠിക്കാം. ഓക്കെ. അപ്പോ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.